നമ്മൾ സൈപ്രസിലെ കഥ പറഞ്ഞു വന്നതിനിടയ്ക്കാണ് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും പ്രശ്നങ്ങളിലേക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പോയത്. തിരിച്ച് വീണ്ടും സൈപ്രസിൽ നമ്മൾ വന്നിട്ട് ഇത് മൂന്നാമത്തെ ദിവസം രാവിലെയാണ്. രാവിലെ 8 മണിയാകുമ്പോഴേക്കും ഇന്നലെ നമ്മൾ ലാർണാക്ക ടൗണിൽ വെച്ച് പരിചയപ്പെട്ട പിക്കപ്പ് ട്രക്കിൻ്റെ ഡ്രൈവർ സ്റ്റെലിയോസ് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഈ ഹോട്ടലിലെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ക്രൗൺ റിസോർട്ടിൻ്റെ റിസപ്ഷനിൽ കാത്തിരിക്കുമ്പോൾ കൃത്യം 8 മണിയായപ്പം തൻ്റെ പിക്കപ്പുമായിട്ട് ഇതാ സ്റ്റെലിയോസ് എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഇനി നിക്കോഷ്യ എന്ന് പറയുന്ന ഇവരുടെ തലസ്ഥാന നഗരത്തിലേക്കാണ് പോകുന്നത്. ചരിത്രം സ്പന്ദിക്കുന്ന, ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നൊരു നഗരം. കാരണം ഇത് ലോകത്ത് അങ്ങനെ വേറൊരു നഗരമില്ല. ഒരു രാഷ്ട്രത്തെ 2 വിഭാഗങ്ങൾ വിഭജിച്ചെടുക്കുന്നു. ഒരു ആഭ്യന്തര യുദ്ധത്തിലൂടെ 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു. ഒരു രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനം നടുവെ മുറിച്ച് ഒരു ഭാഗം ഗ്രീക്ക് സൈപ്രോട്ടുകളുടെ സൈപ്രസ് എന്ന രാജ്യത്തിനും മറ്റൊന്ന് തുർക്കിഷ് സൈപ്രിയോട്ടുകൾ എന്നറിയപ്പെടുന്ന തുർക്കിഷ് ജനവിഭാഗങ്ങളുടെ ഒരു വിഭാഗത്തിൻ്റെയും ഭാഗമായിട്ടത് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു നഗരത്തിൻ്റെ കുറേ ഭാഗം ഒരു രാജ്യത്തും കുറേ ഭാഗം മറ്റൊരു രാജ്യത്തും. ബെർലിൻ അങ്ങനെയായിരുന്നു ഒരു കാലത്ത്. ഇന്ന് ലോകത്താവശേഷിക്കുന്ന ഏക നഗരം, ഇങ്ങനെ വിഭജിക്കപ്പെട്ട ഏക നഗരം ഇന്ന് നിക്കോഷ്യയാണ്. ആ നഗരം കാണണം, അവരുടെ ദുരന്തം കാണണം, ആ ദുരന്തത്തിൻ്റെ ചരിത്രവും കഥകളും കണ്ടുകൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് സഞ്ചരിക്കണം. കൃഷിയിടങ്ങളൊക്കെ പിന്നിട്ട് പരന്ന പ്രദേശങ്ങളും കുന്നുകളും മലഞ്ചെരിവുകളൊക്കെ പിന്നിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. കുറേ ദൂരം യാത്ര ചെയ്ത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഫാക്ടറികളും വ്യവസായശാലകളും ഒക്കെയുള്ള പ്രദേശത്തേക്ക് എത്തുന്നു. പിന്നീട് കുറേ ജനവാസ പ്രദേശങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ സ്റ്റെലിയോസ് പറഞ്ഞു, ഇതൊക്കെ നിക്കോഷ്യ ടൗണിലെ ഒരു ഭാഗം മുഴുവൻ ടർക്കികൾ പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്കുകാരായ സൈപ്രസുകാർ അഭയാർത്ഥികളായി ഇങ്ങോട്ട് ഒഴുകുകയും അവർ വന്ന് പിന്നീട് സ്ഥിരവാസമാക്കുകയും ചെയ്തതാണിത് നഗരത്തിന് പുറത്ത്. 1974 ജൂലൈ മാസത്തിൻ്റെ 20-ാം തീയതി പുലർകാലത്ത് വലിയ ആയുധങ്ങളും സന്നാഹങ്ങളും പടക്കോപ്പുകളുമായിട്ട് ഇരച്ചു കയറി വന്ന് കിഴക്കൻ തീരം മുഴുവൻ പിടിച്ചടക്കി ഏതാണ്ട് നിക്കോഷ്യ എന്ന് പറയുന്ന നഗരത്തിൻ്റെ മധ്യം വരെ എത്തുമ്പോഴേക്കും ആ പ്രദേശത്തുണ്ടായിരുന്ന സൈപ്രസുകാരെല്ലാം കയ്യിൽ കിട്ടിയതുമായിട്ട് ജീവനും പണയം വെച്ച് ഇങ്ങോട്ട് ഇരച്ച അഭയാർത്ഥികളായിട്ട് ഒഴുകിയെത്തുകയായിരുന്നു. കുറേയേറെ ആയിരങ്ങൾ അവിടെ കൊല്ലപ്പെട്ടു. പക്ഷേ കൊല്ലപ്പെടാത്തവർ അവശേഷിച്ച ജീവിതവുമായിട്ട് ഇവിടേക്ക് വന്നു. അവർക്ക് പോകാൻ ഇടമുണ്ടായിരുന്നില്ല. അവരുടെ ദുരിതാശ്വാസ ക്യാമ്പുകളായിരുന്നു, അഭയാർത്ഥി ക്യാമ്പുകളായിരുന്നു ദീർഘകാലം. പിന്നീട് അവർ ഈ നിക്കോഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ വീടുകൾ വെച്ച് താമസമാക്കി. അവരുടെ വീടുകളൊക്കെ പിന്നിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളങ്ങനെ പോയി നിക്കോഷ്യയുടെ ഡൗൺ ടൗൺ ഏരിയയിലേക്ക് നഗരഹൃദയ ഭാഗത്തേക്ക് എത്തുകയാണ്. നഗരഹൃദയത്തെത്തുമ്പോൾ ആദ്യം പോകുന്നത് തന്നെ അതിർത്തി പ്രദേശത്തേക്കാണ്. അതിർത്തി എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെയാണ് ഈ അതിർത്തി കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പഴയ നഗരഭാഗത്താണ്. പഴയ നഗരഭാഗത്ത് ഒരു വലിയ കെട്ടിടം കാണിച്ചു. അതവിടുത്തെ മനോഹരമായൊരു കെട്ടിടമാണ്. അതവിടുത്തെ പഴയ മുനിസിപ്പൽ തിയേറ്ററാണ്. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മുനിസിപ്പൽ തിയേറ്ററുണ്ട്. അതുകൂടാതെ തന്നെ അവിടെ ഒരു പാർലമെൻറ്റ് മന്ദിരമുണ്ട്. ഇതൊക്കെ കണ്ട് ചെല്ലുമ്പോൾ വേറെ നമ്മൾ ഇന്ത്യക്കാരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാഴ്ച ഇവിടെയുണ്ട്. അവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയുണ്ട്. അവിടെ ഈ വിഭജനത്തിനെല്ലാം ശേഷം 2003-ലോ 2004-ലോ മറ്റോ അവിടെ സ്ഥാപിക്കപ്പെട്ടതാണ്. ഒരു ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു അതിൻ്റെ ശില്പി. അവിടെ ഈ കാഴ്ചകളെല്ലാം പകർത്തിയെടുത്ത് ഞങ്ങൾ വീണ്ടും ഈ അതിർത്തിയിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്റ്റെലിയോസിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളിനി പോകുന്നത് ചെക്ക് പോയിൻ്റ് ചാർലിയിലേക്കാണ്. ഈ വിഭജിക്കപ്പെട്ട സൈപ്രസിൻ്റെ അതിർത്തി സംഘർഷഭരിതമായി ദീർഘകാലം നിന്നു. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അവിടേക്കോ അവിടുന്ന് ഇങ്ങോട്ടോ ഒരാൾക്കും കടക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഔദ്യോഗികമായി ഒരതിർത്തി നിലനിന്നു. കാരണം ഇങ്ങേ സൈഡിൽ പെട്ടുപോയ തുർക്കിക്കാർക്ക് അപ്പുറത്തേക്ക് പോകാനും അപ്പുറത്ത് പെട്ടുപോയ സൈപ്രസുകാർക്ക് ഇപ്പുറത്തേക്ക് വരാനുമായി ഒരതിർത്തി നിലനിർത്തി, ഒരൊറ്റ അതിർത്തി. അത് ദീർഘകാലം 10-20 വർഷത്തോളം അങ്ങനെ തന്നെയായിരുന്നു. അതാണ് ചെക്ക് പോയിൻ്റ് ചാർലി. അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആ പ്രദേശമൊക്കെ ഒരു നോമാൻസ് ലാൻഡാണ്. അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പം ഒരു റോഡുണ്ട്. ആ റോഡിലൂടെ വാഹനങ്ങൾക്ക് പോകാം, പക്ഷേ വണ്ടി അവിടെ നിർത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റെലിയോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ചെക്ക് പോയിൻ്റ് ചാർലി കാണണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് ഈ കാണുന്ന വഴിയുടെ മുമ്പോട്ട് നടന്നാൽ മതി. അവിടെ പട്ടാളത്തിൻ്റെ ചെക്ക് പോയിൻറ്റുകളുണ്ട്. അവരോട് അനുവാദം മേടിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണേലും പോകാം. അവർ പറയുന്നതൊക്കെ കേൾക്കണം, അവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിച്ചിട്ട് ബോധ്യപ്പെട്ടിട്ടേ പോകാവുള്ളൂ. ഞാൻ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ തന്നെ വീണ്ടും കാറുമായിട്ട് വരും. അപ്പം നിങ്ങളിവിടെ കാണണം. കാരണം ഇവിടെ വണ്ടി നിർത്തിയിടാൻ പറ്റില്ല. കാരണം ഇത് അതിർത്തി അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കറങ്ങി തിരിച്ച് ഇവിടെ വീണ്ടും വരാം. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് അവിടെ എല്ലാം ഏതാണ്ട് വിജനമാണ്. കുറേ പഴയ കെട്ടിടങ്ങളുണ്ട്. വനം പോലെ അവിടെ എല്ലാം വളർന്നിരിക്കുന്നു. ആളുകൾ, അതൊരു നോമാൻസ് ലാൻഡാണ്. 2 പേരുടേത് വല്ലാത്തൊരു ഭൂമി. അപ്പോൾ അതിലൂടെ നമുക്ക് മുന്നോട്ട് നടക്കാം. കുറച്ച് നടന്നു കഴിയുമ്പം പട്ടാളത്തിൻ്റെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ആ ചെക്ക് പോയിൻറ്റിൽ നമ്മൾ പോയി നമ്മുടെ പാസ്പോർട്ട് കാണിക്കണം. എന്നിട്ട് ഞാൻ ഈ നോമാൻസ് ലാൻഡ്, അതൊരു ഗ്രീൻ ലൈൻ എന്നാണ് അറിയപ്പെടുക.
അത് യു എൻ്റെ രക്ഷാസേനയാണ് അവിടെ നിയന്ത്രിക്കുന്നത്. അവിടെ നമുക്ക് ആ ഗ്രീൻ ലൈനിലൂടെ നമുക്ക് നടക്കാം. തുർക്കിയുടെ അതിർത്തി വരെ നമുക്ക് പോകാം. തുർക്കിക്ക് അകത്തേക്ക് കയറണമെങ്കിൽ അവരുടെ അനുമതി വേണം. എനിക്കിപ്പോൾ ആ അനുമതിയില്ല. അതുകൊണ്ട് തന്നെ അവിടം വരെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഞാനങ്ങ് നടക്കുകയാണ്. ഒരു ചെറിയ പേടിയുണ്ട്, എങ്കിലും അങ്ങോട്ട് നടന്നു. അപ്പോൾ ചെല്ലുമ്പോൾ പട്ടാളക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഈ പട്ടാളക്കാരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, എൻ്റെ പാസ്പോർട്ട് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ബോർഡിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, മുഴുവൻ വായിച്ച് നോക്കിക്കൊള്ളുക. എന്നിട്ട് അതിർത്തി കടന്നാൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നത്തിന് ഞങ്ങൾ ഉത്തരവാദിയല്ല, നിങ്ങൾ സ്വന്തം റിസ്ക്കിലാണ് പോകുന്നത്, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. പലപ്പോഴും അവിടെ ഉണ്ടായ അപകടങ്ങളൊക്കെ ഇവിടെ ബോർഡിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, വായിച്ച് നോക്കിയിട്ട് പൊക്കോണം എന്ന് പറഞ്ഞിട്ട് വാണിംഗ് തന്നു വിട്ടു. ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അവിടെ വല്ല പ്രദർശിപ്പിച്ചിരിക്കുന്നതെല്ലാം ഈ അതിർത്തി കടന്ന സൈപ്രസുകാർക്കുണ്ടായ ദുരനുഭവങ്ങളുടെ ചിത്രങ്ങളാണ്. ഭീകരമായ മർദ്ദനം, വെടിയേറ്റ് കൊല്ലപ്പെട്ട ആളുകളുടെ ദൃശ്യങ്ങൾ, ഇതെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിരിക്കുക. അവിടെ ഫ്ലെക്സ് ബോർഡുകളിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തുർക്കിക്കാരെത്ര ക്രൂരന്മാരാണെന്ന് അങ്ങോട്ട് പോകുന്നവരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി എന്ന മട്ടിൽ സൈപ്രസുകാർ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകളാണല്ല. സൈപ്രസിൻ്റെ പതാക ഉയർത്താൻ പോയ ഒരാളെ വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യം, അങ്ങനെ അവിടെ പോയി മുദ്രാവാക്യം മുഴക്കിയ ആളെ മർദ്ദിക്കുന്ന ദൃശ്യം, ഇങ്ങനെ കുറേ ഫോട്ടോകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അപ്പുറത്തോട്ട് കടന്നാൽ ഇതായിരിക്കും അനുഭവം എന്ന് ഇവിടെ ആളുകളെ, അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളും ഇത്തരത്തിൽ കാണാൻ ചെല്ലുന്ന ആളുകളെയും ബോധ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഞാനിതെല്ലാം വായിച്ച് വീണ്ടും അങ്ങ് നടന്നു. അപ്പോൾ നമ്മൾ നോമാൻസ് ലാൻഡിലേക്ക് എത്തി. ഈ നോമാൻസ് ലാൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ സ്ട്രെച്ച്, ഈ അതിർത്തിയിൽ ഒരു 100 മീറ്റർ വീതിയിൽ ഇങ്ങനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആ രണ്ട് കൂട്ടരും കടക്കാൻ പാടില്ലാത്ത സ്ഥലമുണ്ട്. എന്നാൽ ടൂറിസ്റ്റുകൾക്കൊക്കെ അവിടെ പോയി നിൽക്കാം, അവിടെ ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. അങ്ങനെ നടക്കുമ്പോൾ അവിടെ കുറേ കെട്ടിടങ്ങളുണ്ട് ഈ നോമാൻസ് ലാൻഡിലും. ഈ കെട്ടിടങ്ങളെല്ലാം 1974 അങ്ങ് ഫ്രീസ് ചെയ്യപ്പെട്ട പോലെയാണ്. അതായത് അന്നത്തെ രൂപത്തിൽ അവിടെ നിൽക്കുക. അതിനുശേഷം അവിടെ ഒരു മനുഷ്യൻ കയറിയിട്ടില്ല, ഒരാളും അങ്ങോട്ട് പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 74 ശേഷം പല കെട്ടിടത്തിൻ്റെയും ചുവരുകളിലൂടെ മരങ്ങൾ വളർന്നിരിക്കുന്നു, തകർന്നു തുടങ്ങിയിരിക്കുന്നു, ദ്രവിച്ച് വീണു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ പ്രൗഢമായ, ഒരു കാലത്ത് സമ്പന്നർ വസിച്ചിരുന്ന, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യത്തിൻ്റെ കെട്ടിടങ്ങളായിരുന്ന, പ്രധാന പ്രൗഢിയുള്ള കെട്ടിടങ്ങളായിരുന്ന പലതുമാണ് നമ്മൾ കാണുന്നത്. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വേറൊരു വലിയ കെട്ടിടം കാണുകയാണ്. അതൊരു ഹോട്ടലായിരുന്നു, ലെഡ്ര പാലസ് എന്ന് പറയുന്ന വലിയൊരു ഹോട്ടൽ. അതായത് 1974 ജൂലൈ 20 വരെ അത് അവിടുത്തെ ഏറ്റവും പ്രമുഖമായൊരു സ്റ്റാർ ഹോട്ടലായിരുന്നു. അന്ന് അടച്ചു പൂട്ടിയതാണ്. പിന്നീട് അത് കാട് പിടിച്ചു പോയി, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നു. പിന്നീട് യു എൻ്റെ ദൗത്യസംഘം ഇവിടെ വന്ന് ഇതിൻ്റെ ചുമതലയേൽക്കുമ്പോൾ യു എൻ ദൗത്യസംഘം അവരുടെ ആസ്ഥാനമായിട്ട് ഈ ഹോട്ടൽ അങ്ങ് ഏറ്റെടുത്തു. ഇപ്പോൾ അവിടെ ഞാനാ ചെല്ലുന്ന ദിവസങ്ങളിലൊക്കെ യു എൻ്റെ ഉദ്യോഗസ്ഥരാണ് അതിനകത്ത് താമസിക്കുന്നത്. ആ വലിയൊരു ഹോട്ടൽ ഇന്ന് യു എൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു. അതും പിന്നിട്ട് മുന്നോട്ട് വീണ്ടും നടക്കുമ്പം ഈ ഓരങ്ങളിൽ മുഴുവൻ കാണുന്ന ഇത്തരത്തിൽ ഒരു കാലത്ത് പ്രൗഢിയോടെ, അഭിമാനത്തോടെ അത് തലയുയർത്തി നിന്ന് പിന്നീട് ഏത് രാജ്യത്തിൻ്റെ എന്നറിയപ്പെടാതെ പോയ ഒരു സംഘർഷ ഭൂമിയിൽ പെട്ടുപോയ കെട്ടിടങ്ങളാണ്. ഇതൊക്കെ ഞാൻ ഈ നടക്കുന്ന ഓരോ ചുവട്ടിലെ മണ്ണിലും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട സ്ഥലങ്ങളിലൂടെയാണ് ഞാൻ നടക്കുന്നത്. ഒരു ദുരന്ത ഭൂമിയിലൂടെ, ഒരു യുദ്ധഭൂമിയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. ഇന്ന് യുദ്ധം ശാന്തമാണ്. ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കുറേ അയവുണ്ട്. രണ്ടു കൂട്ടരും പരസ്പരം ഏതാണ്ട് അതൊരു യാഥാർത്ഥ്യമായി അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ എങ്കിലും സൈപ്രസുകാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതൊരു ദിവസം സൈപ്രസിനെ വിഭജിക്കപ്പെട്ടത് ഏകീകരിക്കപ്പെടും, ഇതൊറ്റ രാഷ്ട്രം, ഒറ്റ ദ്വീപ് രാഷ്ട്രമായി വീണ്ടും മാറുമെന്നുള്ള പ്രതീക്ഷയിലാണോ ഇരിക്കുന്നത്. അങ്ങനെ കുറേ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിർത്തിയിലേക്ക് എത്തി. ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് തുർക്കിയുടെ ഭാഗത്തേക്ക് ക്യാമറ തിരിച്ചു. വണ്ടികളൊക്കെ പോകുന്നത് കാണാം, ആ തെരുവിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം, ആളുകൾ അങ്ങ് ഇങ്ങ് നടക്കുന്നത് കാണാം, ചില കച്ചവട സ്ഥാപനങ്ങളൊക്കെ കാണാം. ഞാൻ എൻ്റെ ടെലി ലെൻസ് ഇട്ട് ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തു, കുറേ ഷോട്ടുകളെടുത്തു, ആ വേലിക്കെട്ടുകളുടെ ദൃശ്യങ്ങൾ പകർത്തി ഞാൻ തിരിച്ചു നടന്നു. അപ്പോഴത്തേക്കും 15 മിനിറ്റ് ആകാറായി. ഞാൻ തിരിച്ച് ധൃതിയിൽ നടന്നു വരുമ്പോൾ ഈ പട്ടാള ചെക്ക് പോയിൻ്റിൻ്റെ അടുത്തെത്തി. ആ പട്ടാളക്കാരൻ എന്നെ തിരിച്ച് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ അതിർത്തി പോയി നിന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്താ അത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ടെലിവിഷനിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്താനാണ്, കാണട്ടെ. എന്നെക്കൊണ്ട് അത് മുഴുവൻ പ്ലേ ചെയ്യിച്ച് കാണിച്ചു. പ്ലേ ചെയ്തിട്ട് അയാൾ പറഞ്ഞു, ഇത് ഡിലീറ്റ് ചെയ്യ്. ഞാൻ കഷ്ടപ്പെട്ട് പണയം വെച്ച് പോയി എടുത്ത പല ഷോട്ടുകൾ ഈ മനുഷ്യൻ അവിടെ നിർത്തി തന്നെ. ഞാൻ പറഞ്ഞു, ഇത് വേറെ അപകടമൊന്നുമുള്ളതല്ല, യു ഡിലീറ്റ് ഇറ്റ്. ഒന്നെങ്കിൽ ക്യാമറ വെച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഷോട്ടുകൾ ഡിലീറ്റ് ചെയ്യുക. വളരെ കാർക്കശ്യത്തോടെ അയാൾ എന്നെക്കൊണ്ട് പല ഷോട്ടുകളും ഡിലീറ്റ് ചെയ്യിച്ചു. പിന്നെ ഞാൻ തിരിച്ച് നടന്നു വരുമ്പോഴത്തേക്കും കാറുമായിട്ട് സ്റ്റെലിയോസ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. സ്റ്റെലിയോസ് ചോദിച്ചു, എന്താ പട്ടാളക്കാരൻ പ്രശ്നം ഉണ്ടാക്കിയേ? ഞാൻ പറഞ്ഞു, എൻ്റെ കുറേ ഷോട്ടുകൾ പോയി. സാരമില്ല, അതിർത്തി യുദ്ധപ്രദേശമല്ലേ. കാറിൽ കയറി വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അവിടെ കുറച്ചുകൂടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു കോട്ട മതിലുണ്ട്. ആ കോട്ടയുടെ ഒരു ഭാഗം തുർക്കികൾ പിടിച്ചടക്കിയിരിക്കുന്നു, ഒരു വശം, മറ്റേ വശത്താണ് സൈപ്രസുകാരുടെ സ്ഥലം. അങ്ങനെ ആ അതിർത്തിയിലൂടെ കുറേ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഈ കോട്ട കഴിഞ്ഞിട്ടുള്ള ഒരു നോമാൻസ് ലാൻഡിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു ഭാഗം മുഴുവൻ കുറേ കടകളാണ്, റോഡിൻ്റെ ഒരു വശം മുഴുവൻ കടകളാണ്. അതെല്ലാം ഈ റോഡാണ് ശരിക്കും പറഞ്ഞ അതിർത്തി. അപ്പോൾ റോഡിൻ്റെ മറ്റേ സൈഡ് എന്ന് പറയുന്നത് നോമാൻസ് ലാൻഡാണ്.
ആ നോമാൻസ് ലാൻഡിൽ ഒരു സ്ഥാപനവും പ്രവർത്തിക്കരുതെന്നുള്ളതാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം അടഞ്ഞു കിടക്കുന്ന കടകളാണ്. അതിനിടയ്ക്ക് ചെല്ലുമ്പോൾ ഒരു കടയിൽ മാത്രം ആളനെ കൊണ്ട് ആ കട തുറന്നിരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി സ്റ്റെലിയോസ് കാർ നിർത്തി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു വിചിത്ര കഥാപാത്രത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഒരു കാർ ഷെഡ് പോലത്തെ അല്ലെങ്കിൽ ഒരു കാർ വർക്ക്ഷോപ്പ് പോലത്തെ ഒരു സാധനമാണ്. അതൊരു ലെയ്ത്ത് വർക്ക്ഷോപ്പാണ്, ലെയ്ത്താണ്. അപ്പോൾ അതിനകത്ത് ഒരു അപ്പൂപ്പൻ, ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ അവിടെയുണ്ട്. 75-80 വയസ്സെങ്കിലും ഉണ്ട് മൂപ്പർക്ക്. അപ്പോൾ സ്റ്റെലിയോസ് ഇതിനകത്തിരുന്ന് നീട്ടി വിളിച്ചു പുള്ളിയുടെ പേര്, വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി അവിടെ നിന്ന് ഇറങ്ങി വന്നു. പുള്ളി ആ ലെയ്റ്റിൽ എന്തോ പണി നടക്കുന്നു, വേറെ പണിക്കാരൊന്നുമില്ല, പുള്ളി തന്നെയാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. അദ്ദേഹത്തെ വിളിച്ചിട്ട് എനിക്ക് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ 51 വർഷമായിട്ട് ഇവിടെ ഈ ലെയ്ത്ത് നടത്തുക. ബാക്കി സർവ്വ ആളുകൾ യുദ്ധം വന്നപ്പോൾ ഇവിടുന്ന് ഒഴിഞ്ഞുപോയി. ഇയാളൊരു വാശിപ്പുറത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഒഴിഞ്ഞു പോകില്ല, എന്നെ വേണേൽ കൊന്നോന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സ്ഥാപനം ഇവിടെ നടത്തും. ഞാനിത് നിങ്ങൾ പിടിച്ചടക്കുന്നതിന് മുമ്പ് ഇവിടെ ജീവിച്ച് വന്ന ഒരു മനുഷ്യനാണ്, ഞാൻ തൊഴിലെടുത്തിരുന്നതാണ്, ഈ തൊഴിലെടുത്ത സ്ഥലം ഞാൻ വിട്ടുതരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഈ സൈപ്രസുകാരൻ, ഈ വൃദ്ധൻ അവിടെ ഇപ്പോഴും ലെയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുക. അതായത് ശ്മശാനം പോലെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരു പ്രേത നഗരത്തിൻ്റെ കാവൽക്കാരനെ പോലെ ഈ വൃദ്ധൻ. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് കോസ്റ്റസ് ഹെർലാംബൂസ് എന്നാണ്. കോസ്റ്റസ് ഹെർലാംബൂസ് ഒരു ഗ്രീക്കുകാരനാണ്. അദ്ദേഹം ഇങ്ങനെ വാശിയോടെ ശിഷ്ടകാലവും മരണം വരെ ഈ തൊഴിലെടുത്ത് ഈ അധിനിവേശിച്ച സ്ഥലത്ത് ജീവിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ വാശിക്ക് ജീവിക്കുകയാണ്. അയാളും കുറേ നേരം, ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴും ഈ സ്റ്റെലിയോസ് ഇയാളുമായിട്ടും കുറേ നേരം വർത്തമാനം പറയുകയാണ്. സ്റ്റെലിയോസിന് ഒരു കുഴപ്പമുണ്ട്, കുഴപ്പമാണോ ഗുണമാണോ എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഇവിടെ കാണുന്ന എല്ലാം ഇയാളുടെ പരിചയക്കാരാണ്. അവിടുന്ന് നമ്മൾ വീണ്ടും ഓടി, ഈ അതിർത്തി പ്രദേശത്തുകൂടി ഓടി മറ്റൊരു ഭാഗത്തേക്ക് വണ്ടി തിരിഞ്ഞു. അവിടെ ചെല്ലുമ്പം പുരാതനമായ കുറേ കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സിലേക്കാണ് ചെല്ലുന്നത്. ഇത് ഇവിടുത്തെ ബിഷപ്പിൻ്റെ കൊട്ടാരമാണ്, ബിഷപ്സ് പാലസ്. ആ ബിഷപ്സ് പാലസ് ഒരു കാലത്ത് രാഷ്ട്രത്തിൻ്റെ ഭരണകേന്ദ്രമായിരുന്നു. അതായത് ഈ രാഷ്ട്രത്തിന് 1960 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, അതായത് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നതിൽ നിന്ന് സ്വതന്ത്രമായ സൈപ്രസായി മാറിയതിന് ശേഷം ഈ രാജ്യത്തെ ഭരിച്ച ആദ്യത്തെ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരം ഇതാണ്. അപ്പോൾ എനിക്കൊരു സംശയമായി, ബിഷപ്പിൻ്റെ കൊട്ടാരം എന്നല്ലേ ആദ്യം പറഞ്ഞേ? അയാൾ ഒന്നുകൂടെ വിശദീകരിച്ച് തന്നു. അതെ, ഞങ്ങളുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് ഇവിടുത്തെ ബിഷപ്പായിരുന്നു, ബിഷപ്പ് മക്കാറിയോസ്. ബിഷപ്പ് മക്കാറിയോസിൻ്റെ പാലസാണിത്. വലിയൊരു കഥയുണ്ട്. ഈ ബിഷപ്പ് മക്കാറിയോസ് ആയിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഇവരുടെ പ്രസിഡൻ്റായി മാറിയത്. എന്നാൽ 1968 വരെ അദ്ദേഹം ഈ സംഘർഷഭരിതമായ നാടിനെ ഭരിച്ചു. സംഘർഷഭരിതമായ നാടെന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് ചെയ്തിട്ട് പോയ പോലത്തെ ഒരു പണി അവിടെ കൊടുത്തു. ഇന്ത്യക്ക് ചെയ്തിട്ട് പോകുമ്പോൾ വിഭജിച്ചിട്ടാണല്ലോ പോയത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നൊരു വികാരം വളർത്തിയിട്ട് കഴിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങളെ സൃഷ്ടിച്ചിട്ടാണ് അവർ ഇന്ത്യയിൽ നിന്ന് പോയെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സൈപ്രസിൽ നിന്ന് പോകുമ്പോൾ ഇവിടുത്തെ തുർക്കിഷ് വംശജരായ, അതായത് ഓട്ടോമൻ തുർക്കികളുടെ കാലത്ത് തുർക്കികൾ ഇവിടെ കീഴടക്കി മതപരിവർത്തനം ചെയ്യപ്പെട്ടും അല്ലാതെ തുർക്കിയിൽ നിന്ന് കടന്നു വന്നതൊക്കെയായ കുറേ തുർക്കിഷ് വംശജരായ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവരും ഗ്രീക്കുകാരും തമ്മിൽ നിരന്തര പ്രശ്നങ്ങളിലായിരുന്നു, സംഘർഷത്തിലായിരുന്നു. ഈ സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പ് തന്നെ ഇവർ തമ്മിലുള്ള സംഘർഷം പരമാവധി ആളിക്കത്തിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയത്. അതുകൊണ്ട് തന്നെ ഈ ബിഷപ്പ് മക്കാറിയോസ് അധികാരത്തിലെത്തിയ ആ നിമിഷം മുതൽ ഈ സംഘർഷം നിരന്തരം ആളിക്കത്താൻ തുടങ്ങി. സ്വന്തം നാടിനു വേണ്ടി ഗ്രീക്കുകാരും തങ്ങളുടെ അവകാശങ്ങൾ, തങ്ങൾ ജനിച്ചു വളർന്നത് ഈ നാട്ടിലാണെന്നതിൻ്റെ പേരിൽ തങ്ങൾക്കും അവകാശം തുല്യമായി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുർക്കിഷ് വംശജരും തമ്മിലുള്ള പോരാട്ടങ്ങൾ സജീവമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 68 ബിഷപ്പ് മക്കാറിയോസ് ഒരു മണ്ടൻ തീരുമാനം കൊണ്ടെടുത്തത്. ഭരണഘടനയുടെ ഒരു പരിഷ്കാരം പുള്ളി കൊണ്ടുവന്നു. ഈ സൈപ്രസുകാർക്ക്, ഗ്രീക്ക് സൈപ്രസുകാർക്ക് കൂടുതൽ അവകാശങ്ങളുള്ള ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കി. അതോടെ സംഘർഷം ആളിക്കത്തി. ഈ സംഘർഷം ആളിക്കത്തി 1968 മുതൽ 74 വരെ അതിതീവ്രമായ ഏറ്റുമുട്ടലുകളുടെയും കൂട്ടക്കൊലകളുടെയും ഒരു നാടായി സൈപ്രസ് മാറി. എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ ആ ബിഷപ്പ് മക്കാറിയോസ് പ്രതിസന്ധിയിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1974 പട്ടാളം അധികാരം പിടിക്കുന്നു. ബിഷപ്പ് മക്കാറിയോസിനെ സ്ഥാനപ്രശ്നമാക്കി പട്ടാള അധികാരം പിടിച്ചു. ഈ പട്ടാള അധികാരം പിടിക്കുകയും ബിഷപ്പ് സ്ഥാനപ്രശ്നമാകുകയും ചെയ്ത ആ കൺഫ്യൂഷൻ്റെ ആ ദിവസങ്ങളിലാണ് തുർക്കി തന്ത്രപരമായിട്ട് 1974 ജൂലൈ 20 ഒരു പുലർച്ചെ അപ്രതീക്ഷിതമായിട്ട് അങ്ങ് ആക്രമിച്ച് അന്തം വിട്ടു നിന്ന സൈപ്രസിൻ്റെ ഒരു ഭാഗം അടിച്ചെടുത്തുകൊണ്ട് പോയത്. ഈ സംഭവങ്ങളുടെ എല്ലാം കേന്ദ്രസ്ഥാനം, ഇതെല്ലാം നടന്ന അന്നത്തെ ഈ സംഭവങ്ങളുടെ എല്ലാം എപ്പി സെൻറ്റർ എന്ന് വേണേൽ പറയാവുന്ന സ്ഥലമാണ് ഈ ബിഷപ്പിൻ്റെ കൊട്ടാരം. അവിടെ ആ ബിഷപ്പ് ഉപയോഗിച്ചിരുന്ന കാറും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന നിരവധി വസ്തുക്കളും അദ്ദേഹത്തെ സംബന്ധിച്ച സ്മരണകളും എല്ലാം ഉണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്ന സൈപ്രസുകാർക്ക് വലിയ ആരാധ്യനായ ഒരു പുരുഷനാണ് ഈ ബിഷപ്പ്. അങ്ങനെ ബിഷപ്പ് മക്കാറിയോസിൻ്റെ വീടൊക്കെ കണ്ടിട്ട് ഞാൻ വീണ്ടും കയറി വീണ്ടും യാത്ര ചെയ്ത് മറ്റൊരു കൊട്ടാരം പോലത്തെ ഒരു വീടിൻ്റെ മുമ്പിലേക്കാണ് സ്റ്റെലിയോസ് കാർ കൊണ്ടുപോയി നിർത്തുന്നത്.
തുർക്കിഷ് ശൈലിയിൽ പണിത ഒരു കൊട്ടാരക്കെട്ടാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് എന്നെ കയറ്റി വിട്ടു. ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ എനിക്ക് ഈ പാലസിൻ്റെ പ്രത്യേകത അറിയില്ല, പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിച്ചു. ഓട്ടോമാൻ തുർക്കികൾ ഈ സൈപ്രസിനെ കീഴടക്കി ഭരിച്ചിരുന്ന കാലത്ത് തുർക്കികളുടെ പ്രതിനിധിയായി ഇവിടെ നിന്ന് ഭരിക്കുകയും കരംപിരിക്കുകയും ചെയ്തൊരു മനുഷ്യൻ്റെ വീടാണിത്. ഷാസി ഗോർഗാക്കിസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഈ ഷാസി ഗോർഗാക്കിസ് തുർക്കികളുടെ ഒരു വിശ്വസ്തനായി മാറി. അങ്ങനെ സൈപ്രസിലിരുന്ന് സൈപ്രസിനെ ഭരിക്കുകയും അവിടെ ചുങ്കം പിരിക്കുകയും ചുങ്കം പിരിച്ചിട്ട് തുർക്കി സുൽത്താന് കൊടുക്കേണ്ട വിഹിതം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്ത ഒരു മഹാനായിരുന്നു ആര്? ഈ ഷാസി ഗോർഗാക്കിസ്. അപ്പോൾ അയാളുടെ വീടാണത്. ആ വീടിനകത്ത് ഇടയ്ക്കിടയ്ക്കെല്ലാം ഈ തുർക്കിയിൽ നിന്ന് ഇൻസ്പെക്ഷൻ ആളുകൾ വരും. ഇവിടെയൊക്കെ ഭരണം എങ്ങനെ നടക്കുന്നു എന്നുള്ള അറിയാൻ സുൽത്താൻ്റെ പ്രതിനിധികൾ വരും. അവർ വന്ന് ഇവിടെ താമസിക്കും. അപ്പോൾ അവർക്ക് വന്നാൽ രാജകീയമായിട്ട് താമസിക്കാനും അവരെ സൽക്കരിക്കാനും ഒക്കെയുള്ള മുറികളുണ്ട്. ഗംഭീരമായ നടുത്തളങ്ങളുണ്ട്, അതിഗംഭീരമായ ദർബാർ മുറികളുണ്ട്, മനോഹരമായ കിടപ്പറകളുണ്ട്, അടുക്കളകളുണ്ട്, ഭക്ഷണശാലകളുണ്ട്. എല്ലാം രാജകീയമാണ്. കാരണം ആ രാജ്യത്ത് നിന്ന് പിരിക്കുന്ന ചുങ്കത്തിൻ്റെ വലിയൊരു ശതമാനം ഇയാൾക്ക് കിട്ടും. ബാക്കി മുഴുവൻ സുൽത്താന് കൊടുത്താൽ മതി. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ സുൽത്താൻ അങ്ങനെ ഇടപെടുകയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻ ആളുകൾ വരും, ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടാണ് നടക്കുന്നതെന്ന് നോക്കും. ചാരന്മാരുണ്ട്. ഇയാൾ തിരിച്ച് സുൽത്താനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇയാളെ മാറ്റി വേറെ ആളെ നിയമിക്കും. ഇങ്ങനെയാണ് അന്ന് ഭരണം നടത്തിയിരുന്നത്. പക്ഷേ ഇയാളും ചില തട്ടിപ്പുകളൊക്കെ നടത്തുന്നുണ്ടെന്നുള്ളത് സുൽത്താൻ എങ്ങനെയോ വിവരം കിട്ടി. ഒരു തവണ സുൽത്താൻ ഈ ഷാസിയെ ഇസ്താംബൂളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കണക്കുകൾ ചോദിച്ചു. പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തി. നിർദ്ദയം അവിടെ വെച്ച് തലവെട്ടി കൊന്നുകളഞ്ഞു. യാത്ര വരുമ്പോൾ വീണ്ടും പഴയ നഗരഭാഗത്തേക്ക് എത്തുന്നു. അപ്പോഴത്തേക്ക് ഒരു 11-12 ആയി. ഒരു കാപ്പി കുടിക്കേണ്ട സമയമായി. അപ്പോൾ ഇയാൾ കൊണ്ടുപോയി ഒരു കാപ്പിക്കടയുടെ മുമ്പിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. ഇയാൾ ആദ്യം ഇറങ്ങി. കയറി ചെല്ലുമ്പോഴേ വലിയ ഒച്ചയിൽ പേരും വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് കയറി ചെല്ലുന്നത്. ഇതെല്ലാം ഇയാളുടെ സുഹൃത്തുക്കളാണ്. ഇയാൾ കുറച്ച് കാലം ഈ ടൂർ ഗൈഡായിട്ട് പ്രവർത്തിച്ചതിൻ്റെയും അല്ലാതെ നിരന്തരം, ചെറിയൊരു രാജ്യമാണല്ലോ, ആളുകൾക്ക് പരസ്പരം അറിയാൻ ഈ ചെറിയൊരു നഗരത്തിൽ ഈ സ്റ്റെലിയോസിനെ പോലെ അങ്ങോട്ടിടിച്ച് കയറി സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അയാൾ പേരൊക്കെ വിളിച്ച് ചെല്ലുന്നു. അയാൾ കാപ്പി ഓർഡർ ചെയ്യുന്നു. അപ്പോഴത്തേക്ക് അവിടെ അടുത്തൊരു ചന്തയുണ്ട്, ഒരു പച്ചക്കറി ചന്ത, നാട്ടുചന്തയാണ്. അപ്പോൾ അവിടെ പോയി കുറേ ഷോട്ടുകളൊക്കെ എടുക്കേണ്ടതുണ്ട്. കാപ്പി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാനിത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും ഇയാൾ അവിടെ പോയി ആൾക്ക് ഇഷ്ടം പോലെ കഥ പറയാനുള്ള സമയം കിട്ടി. ഞാൻ ആ നാട്ടുചന്തയിൽ പോയി പച്ചക്കറികളും മറ്റു നിത്യോപയോഗ സാധനങ്ങളും എല്ലാം വിൽക്കുന്ന ആ ചന്തയിലൂടെ എല്ലാം ഷൂട്ട് ചെയ്ത് നടന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും സ്റ്റെലിയോസ് കാപ്പി കൂടിയൊക്കെ കഴിയാറായി. അപ്പം എന്നോട് ചോദിച്ചു, കാപ്പി വേണ്ടേ? ഞാൻ പറഞ്ഞു കാപ്പി വേണം. സൈപ്രസ് കാപ്പി ഗംഭീര കാപ്പിയാണ്. തുർക്കിഷ് കാപ്പി അവരുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സൈപ്രസ് കാപ്പി ഉണ്ടാക്കുന്നുണ്ട്, വേണം കാണിച്ചു തരാം. അങ്ങനെ ചെന്നു. അപ്പോൾ ഇവരുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾക്കുള്ള കാപ്പി ഒറ്റ തവണ ഉണ്ടാക്കുകയുള്ളൂ. അത് പ്രത്യേക രീതിയിലാണ്. നല്ല ടാറ് പോലെ കൊഴുത്ത കാപ്പിയാണ്. അതിനകത്ത് മധുരമൊക്കെ വളരെ കുറച്ചേ ഇടുകയുള്ളൂ. പക്ഷേ അതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എനർജിയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഞാനത് കുടിക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു. പക്ഷേ മുഖത്ത് വളരെ ആസ്വദിക്കുന്ന ഭാവമൊക്കെ വരുത്തി. കാരണം സ്റ്റെലിയോസിനും കൂട്ടുകാരനും ഒരു വിഷമം വന്നു തോന്നരുതല്ലോ. ഞാൻ വളരെ ആസ്വദിച്ച് കുടിക്കുന്ന മട്ടിൽ മുഖഭാവമൊക്കെ വരുത്തി ഞാനത് കുടിച്ചു തീർത്തു. ഗംഭീരമായിരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് അഭിപ്രായമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അടുത്തത് ഇനി നമ്മൾ വീണ്ടും പോകുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം എത്തിച്ചേരുന്ന മനോഹരമായൊരു സ്ട്രീറ്റിലേക്കാണ്. ലിഡ്ര സ്ട്രീറ്റ് എന്ന് പറയും. ഈ ലിഡ്ര സ്ട്രീറ്റ് ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. അതായത് അങ്ങോട്ട് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കല്ല് വിരിച്ച സുന്ദരമായ പ്രൗഢമായൊരു സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിലേക്ക് ചെല്ലുമ്പോൾ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി ഒരു പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ടു. ഞാൻ സ്റ്റെലിയോസും കൂടെ നടത്താൻ തുടങ്ങി. ഈ സ്ട്രീറ്റിൽ മുഴുവൻ ജനങ്ങളാണ്. ജനങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. അതിൽ വലിയൊരു ശതമാനവും വിദേശ ടൂറിസ്റ്റുകളാണ്. ഈ നിക്കോഷ്യയിലേക്ക് ടൂറിസ്റ്റുകൾ അധികം വന്ന് താമസിക്കുന്നില്ല. എല്ലാവരും ലാർനാക്ക പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, അതായത് കടൽ തീരത്തെ സുന്ദരമായ സുഖവാസ കേന്ദ്രങ്ങളിൽ താമസിച്ചിട്ട് വൺ ഡേ ടൂറിന് വേണ്ടിയിട്ടാണ് ഈ നിക്കോഷ്യയിലേക്ക് വരുന്നത്. അപ്പോൾ അവർ വൺ ഡേ ടൂറിന് വന്നു കഴിഞ്ഞാൽ ഉച്ചയായി കഴിയുമ്പോൾ ഇവരെ ഈ പറഞ്ഞ ലിഡ്ര തെരുവിലേക്ക് കൊണ്ട് നിറക്കി വിടുക ടൂറിസ്റ്റുകളല്ല, ടൂർ ഗൈഡുകൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിഡ്ര സ്ട്രീറ്റിൻ്റെ രണ്ട് വശത്തും ധാരാളം ട്രഡീഷണൽ റെസ്റ്റോറൻറ്റുകളുണ്ട്. അതുപോലെ സുവനീർ കടകളുണ്ട്, കരകൗശല കടകളുണ്ട്. അപ്പോൾ ഈ സ്ട്രീറ്റ് മുഴുവൻ കാഴ്ചകളുടെ വിരുന്നൊരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ എത്ര ഷൂട്ട് ചെയ്താലും തീരാത്തത്ര ദൃശ്യങ്ങളും ഷൂട്ട് ചെയ്ത് എങ്ങനെ നടന്ന് കുറേ നടന്നങ്ങ് എത്തിക്കഴിയുമ്പോഴത്തേക്കും സ്റ്റെലിയോസ് പറഞ്ഞു, ഞങ്ങൾ അതിർത്തിയോട് അടുത്തു. സ്റ്റെലിയോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് തുർക്കി കയറാൻ പറ്റിയില്ലല്ലോ. തുർക്കി കൈയടക്കി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ രാജ്യം എങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് കാണാം. അപ്പോൾ അവിടെ ഒരു 4-5 നിലയുള്ള വലിയൊരു കെട്ടിടമുണ്ട്. അതിൻ്റെ മുകളിൽ കയറ്റി അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് തുർക്കി കാണാം. നിക്കോഷ്യ നഗരം ഇങ്ങനെ കിടക്കുന്നു. ആ നഗരം തീരുന്നു. നഗരം തീർന്നു കഴിയുമ്പോൾ ചെറിയ കുന്നുകളിൽ കൃഷിയിടങ്ങൾ ആരംഭിക്കുന്നു. അങ്ങ് നീണ്ടുപോകുന്ന, ഒരു കാലത്ത് സൈപ്രസിൻ്റെ അധീനതയിലായിരുന്ന, സൈപ്രസ് തന്നെയായിരുന്ന, എന്നാൽ ഇന്ന് തുർക്കി പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശം. അവിടെ ഈ നഗരത്തിൻ്റെ ഭാഗം, നിക്കോഷ്യ നഗരത്തിൻ്റെ ഒരു ഭാഗത്ത് കാണുന്നത് വലിയൊരു മോസ്കാണ്. അത് ഈ സൈപ്രസ് ഒന്നായിരുന്നപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രധാന മോസ്കാണ്. പക്ഷേ അത്
1300 വരെ അതൊരു കാത്തലിക് ചർച്ചായിരുന്നു. വലിയൊരു സെയിൻറ്റ് സോഫിയ കത്തീഡ്രലായിരുന്നു അത്. പിന്നീട് തുർക്കികൾ ഇവിടെ അധിനിവേശിച്ച് കഴിഞ്ഞപ്പോൾ തുർക്കികൾ അതിനെ ഒരു മോസ്കാക്കി മാറ്റി. അതിൻ്റെ പിന്നീടുള്ള പേര് സെലീമിയ മോസ്ക് എന്നായി. ആ സെലീമിയ മോസ്കാണ് ആ കാണുന്നത്, വലിയൊരു മോസ്കാണ്. പക്ഷേ അത് ഒരു കാലത്ത് ഒരു ക്രിസ്ത്യൻ കത്തീഡ്രലായിരുന്നു എന്ന് ഓർക്കണം. അപ്പോൾ ഈ സെലീമിയ മോസ്കും അതിൻ്റെ പരിസരവുമൊക്കെ തുർക്കികളുടെ കാലം മുതൽ തന്നെ ഒരു മുസ്ലിം പ്രദേശമായിട്ട് മാറി. അപ്പോൾ ഈ സെലീമിയ മോസ്ക് ഉൾപ്പെടുന്ന തുർക്കിഷ് മുസ്ലിം പ്രദേശങ്ങളെല്ലാം ചേർന്നാണ് അവിടുന്നാണ് ഈ തുർക്കിഷ് സൈപ്രസ് ആരംഭിക്കുന്നത്. പിന്നെ അങ്ങ് അകലെ കുന്നിൻ ചെരുവിലേക്ക് നോക്കിക്കഴിയുമ്പോൾ തുർക്കിഷ് സൈപ്രസിൻ്റെ ഒരു പതാക വരച്ചു വെച്ചിട്ടുണ്ട്. അത് എത്രയോ കിലോമീറ്റർ, ഒരു 8-10 കിലോമീറ്റർ അകലെയാണ് ആ പതാക. അതൊരു കുന്നിൻ ചെരുവിനെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന പതാകയുടെ രൂപത്തിൽ. ആ പതാകയുടെ വലിപ്പം ഏകദേശം 74,000 ചതുരശ്ര അടിയാണ്. രാത്രിയിൽ അതിനെ ഒരു ലൈറ്റപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പുറത്ത് ഗ്രീക്ക് സൈപ്രസിൽ നിന്നാലും ഈ പതാക കാണണമെന്നുള്ള ചിന്തയോടുകൂടി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പതാകയാണിത്. പറക്കുന്ന പതാകയല്ല, കുന്നിനെ ഡിസൈൻ ചെയ്താക്കിയിരിക്കുക ഒരു പതാകയുടെ രൂപത്തിൽ. അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഈ ലിഡ്ര സ്ട്രീറ്റിലൂടെ നടന്നു. അപ്പോൾ അവിടെ ഒരു കൂട്ടുകാരനെ കിട്ടിയപ്പോൾ സ്റ്റെലിയോസ് പറഞ്ഞു, ഇവിടുന്ന് ഒരു 100-150 മീറ്റർ അങ്ങ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിർത്തിയിലെത്താം, അവിടെ കുറച്ച് സ്മാരകങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളത് ഷൂട്ട് ചെയ്തിട്ട് വരും, ഞാൻ എൻ്റെ സുഹൃത്തിനോട് വർത്താനം പറഞ്ഞിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ കൂട്ടുകാരനോട് വർത്താനം പറയുമ്പോൾ ഈ ലിഡ്ര സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗത്തെത്തുമ്പോഴത്തേക്ക് ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. അവിടെ ചെന്ന് നമ്മൾ പാസ്പോർട്ട് കാണിക്കണം. നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോമാൻസ് ലാൻഡിലേക്ക് കിടക്കാം. ഈ നോമാൻസ് ലാൻഡിലേക്ക് കയറി കഴിയുമ്പോൾ കയറുന്നിടത്തും ഒരു സ്മാരകമുണ്ട്. അവിടുന്ന് പിന്നെ നമുക്ക് ഒരു 50 മീറ്റർ കൂടെ മുമ്പോട്ട് നടക്കാം. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ തുർക്കിയുടെ അതിർത്തിയായി. അവിടെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. തുർക്കി പ്രദേശത്തിൻ്റെ കുറേ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. അവിടെ വലിയൊരു കൊടിമരമുണ്ട്. ആ കൊടിമരത്തിൽ തുർക്കിഷ് സൈപ്രസിൻ്റെ പതാക പാറുന്നുണ്ട്. അങ്ങനെ കുറേ ഷോട്ടൊക്കെ എടുത്ത് ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴും സ്റ്റെലിയോസ് നല്ല കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റെലിയോസ് ചോദിച്ചു, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം ഇയാൾ കൂട്ടുകാരനെ വിട്ടല്ലോ, ഇനി ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ സ്റ്റെലിയോസിനോട് നമുക്ക് കഴിക്കണം. അപ്പോൾ സ്റ്റെലിയോസ് പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വേറൊരു കടയുണ്ട്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഈ ലിഡ്ര സ്ട്രീറ്റിൽ നിന്ന് അതിൻ്റെ പാരലായിട്ട് കിടക്കുന്ന മറ്റൊരു സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ നടന്നു. അങ്ങോട്ട് ചെല്ലുമ്പോൾ അതും ഇതുപോലെ തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സുവനീർ കടകളും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പല സാധനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഷോപ്പുകളും എല്ലാം ഉള്ള സ്ട്രീറ്റാണ്. അതിനകത്ത് നല്ല റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിലൊരിടത്ത് ചെല്ലുമ്പോൾ 2-3 ഓറഞ്ച് മരങ്ങൾ തണൽ വിരിക്കുന്ന ഒരു ഭാഗത്ത് നിലത്ത് കുറേ കസേരകൾ, കല്ല് വിരിച്ച മിറ്റമാണ്, അവിടെ കസേരകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇയാൾ ചെന്ന് കടക്കാരനെ പരിചയപ്പെട്ടു. കടക്കാരൻ എന്നെയും കൈവീശി കാണിച്ചു. ഈ കടക്കാരൻ എന്ന് പറയുന്നയാൾ സാധാരണ നമ്മൾ കാണുന്നില്ല, പുള്ളി ഒരു കെട്ട് പത്രമായിട്ടാണ് രാവിലെ വീട്ടിൽ നിന്ന് വരുന്നത്. എന്നിട്ട് ഇയാൾ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും ഈ ഒരു മേശയും കസേരയും പിടിച്ചിട്ടിട്ട്. ഈ പത്രക്കെട്ടും വെച്ച് വൈകുന്നേരം വരെ ഈ പത്രത്തിലെ സർവ്വവാചകവും വാർത്തയും പരസ്യവും വായിച്ച് തീർക്കുകയാണ് പുള്ളിയുടെ വെല്ലുവിളി. പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ കിച്ചണിലേക്കൊന്ന് നോക്കും, ഇടയ്ക്ക് ഗസ്റ്റുകളെ നോക്കും, എന്തെങ്കിലും ചെറിയ പുള്ളിയുടെ ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. ബാക്കിയെല്ലാം ജീവനക്കാർ കൃത്യമായിട്ട് ചെയ്തോളും. ഇയാളുടെ ഒരു സാന്നിധ്യം മാത്രം മതി. അപ്പോൾ എന്താ വിഭവം വേണ്ടെന്നുള്ളതായി ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ട്രഡീഷണൽ നാടൻ സൈപ്രസ് ഫുഡ്. അപ്പോൾ സ്റ്റെലിയോസ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ക്ലെഫ്റ്റിഗോ ഓർഡർ ചെയ്യാം. അപ്പോൾ എന്താ ക്ലെഫ്റ്റിഗോ? ക്ലെഫ്റ്റിഗോ ഗംഭീര സാധനം, വരുമ്പോൾ കാണാം. അയാൾ ക്ലെഫ്റ്റിഗോ ഓർഡർ ചെയ്തു. ഞങ്ങൾ കാത്തിരിപ്പായി. നമ്മൾ എന്ത് വിഭവം ഓർഡർ ചെയ്താലും ആദ്യം വരിക സ്ഥിരം കുറേ സാധനങ്ങളാണ്. ഒലിവെണ്ണ വരും. ഒലിവെണ്ണ ഒരു പാത്രത്തിനകത്ത് വലിയൊരു കുപ്പിക്കകത്ത് കൊണ്ടുവന്ന് വെക്കും. സവാള അരിഞ്ഞതുണ്ടാവും, കുറച്ച് സലാഡുണ്ടാവും, പിന്നെ കുറച്ച് ഉപ്പിലിട്ട ഒലിവുക ഉപ്പിലിട്ടതുണ്ടാവും, കുറച്ച് മുളകുണ്ടാവും, പിന്നെ കുറച്ച് ചീസ് ഉണ്ടാവും, നാരങ്ങ ഉണ്ടാവും. ഇങ്ങനെ കുറേ സാധനങ്ങൾ, സലാഡ് എല്ലാം കൂടെ ചേർന്ന് കുറേ സാധനങ്ങൾ. പിന്നെ ഒരു കുബൂസ് ബ്രെഡും വരും. അപ്പോൾ നമുക്കിതൊക്കെ ഇതിനകത്ത് കുറച്ച് ചട്നിയുണ്ട്. അപ്പോൾ ഈ കുബൂസ് കീറി ചട്നിക്കകത്തോ ഒലിവ് അച്ചാറിനകത്തോ ഉപ്പിലിട്ട ഒലിവ് കൂട്ടിയോ ഒക്കെ നമുക്ക് കുറേശ്ശെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കാണ് ക്ലെഫ്റ്റിഗോ വരിക, ഒറിജിനൽ സാധനം വരിക. അതുപോലെ തന്നെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലെഫ്റ്റിഗോ വന്നു. ക്ലെഫ്റ്റിഗോ എന്ന് പറയുന്നത് ഓവനിൽ നല്ല ഭംഗിയായിട്ട് വേവിച്ചെടുത്ത ആട്ടിറച്ചിയാണ്. ഈ ആട്ടിറച്ചിയുടെ കൂടെ കുറച്ച് ചോറുണ്ടാവും, പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഉണ്ടാവും, പച്ചക്കറികൾ. ഇതാണ് ഒരു പ്ലേറ്റ് സാധനം ഈ ക്ലെഫ്റ്റിഗോ. ഈ ക്ലെഫ്റ്റിഗോ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, മോഷ്ടിച്ച ആടുന്നതിൻ്റെ അർത്ഥം. പണ്ടേതോ ഗ്രീക്കുകാരൻ മോഷ്ടിച്ച ഒരു ആടിനെ കൊണ്ടുപോയി പുഴുങ്ങി കഴിച്ചിട്ടുണ്ടാവണം, അതിനെ തുടർന്നുണ്ടായ പേരായിരിക്കണം ഈ ക്ലെഫ്റ്റിഗോ എന്ന് പറയുന്നത്. വെന്ത് നല്ല വെണ്ണ പോലെ അലിഞ്ഞു പോകുന്ന ഗംഭീര ടേസ്റ്റുള്ള ആട്ടിറച്ചി. ഞങ്ങളത് അസലായിട്ട് ഭക്ഷണം കഴിച്ചു. ഏമ്പൊക്കൊക്കെ വിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ ഇനി ഈ മുതലാളിയുടെ അടുത്തുനിന്ന് സ്റ്റെലിയോസിനെ കൂട്ടിക്കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊന്നും എനിക്കറിയാം. ഞാൻ സ്റ്റെലിയോസിനോട് പറഞ്ഞു, സ്റ്റെലിയോസെ നമുക്കൊരു 4 മണിയാകുമ്പം അവിടെ സിറ്റിയിലെത്തണം, ലാർണാക്കയിലെത്തണം. കാരണം എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞില്ലേ, അയാൾ ഇന്ന് 4 മണിക്കാണ് വരിക. ഞങ്ങൾക്ക് അവിടുന്ന് നേരെ പാഫോസിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയേക്കാം ഇനി. അപ്പോൾ മടക്കയാത്ര ഇനി തുടങ്ങാൻ തീരുമാനിച്ചു. കാരണം ഇനി അധികം കാഴ്ചകളില്ല. പക്ഷേ സ്റ്റെലിയോസ് പറഞ്ഞു, പോകുന്ന വഴിക്ക് ഒരൊറ്റ കാഴ്ചയും കൂടെ ഉണ്ട്. അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, ഒരു മോസ്കുണ്ട്, അതിന് സമീപത്ത് ഒരു ഹമാമുണ്ട്. നിങ്ങൾ ഹമാം കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ സിറിയയിലൊക്കെ ഹമാം കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ഹമാമും കൂടി ഒന്ന് കണ്ടിട്ട് പോയി, അത് ഇനി കളയാൻ, അത് മിസ്സാക്കണ്ട. അങ്ങനെ പോകുന്ന വഴിക്ക് ആ പള്ളിയുടെ അടുത്തെത്തി.
ആ പള്ളി മാത്രമല്ല, ആ പ്രദേശം ആകെ അറിയപ്പെടുന്നത് ഒമേറിയ എന്നാണ്. ഒമേറിയ മോസ്ക് എന്നാണ് ഈ മോസ്ക് അറിയപ്പെടുന്നത്. ഈ ഒമേറിയ മോസ്കും തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. ഈ ഓട്ടോമൻ തുർക്കികൾ ഇവിടെ ആക്രമിച്ച ശേഷം ഇതിനെയും ഒരു മോസ്കാക്കി മാറ്റുകയായിരുന്നു. അതിനോടനുബന്ധിച്ച് ഒരു ഇസ്ലാമിക സംസ്കാരം, അല്ലെങ്കിൽ ഓട്ടോമൻ തുർക്കികളുടെ ഒരു സംസ്കാരം വന്നപ്പോൾ ഈ മോസ്കിനോടനുബന്ധിച്ച് ഒരു ഹമാം ഉണ്ടായി. ഈ ഹമാം ഈ തുർക്കിയിൽ നിന്നുണ്ടായ ഒരു രീതിയാണ്. ആവിക്കുളി നടത്തുന്ന ബാത്ത് ഹൗസുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹമാമുകൾ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുന്നു, വസ്ത്രം ഏറ്റവും പരിമിതമായ വസ്ത്രം ധരിച്ച് നമ്മൾ നീരാവി നിറയ്ക്കുന്ന ചേമ്പറുകളിലേക്ക് നമ്മളെ കയറ്റിവിടുന്നു. അവിടെ നമുക്ക് വിശ്രമിക്കാം, ഇരിക്കാം. നമ്മൾ അല്പവസ്ത്രധാരികളായ ഇവിടെ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആവിക്കകത്തങ്ങ് പുഴുങ്ങി നമ്മുടെ ശരീരത്ത് മുഴുവൻ വേർത്ത് നമ്മുടെ അശുദ്ധിയെല്ലാം പുറത്തു പോകുമെന്നാണ് മനുഷ്യൻ വിശ്വസിക്കുന്നത്. അത് നമ്മളെ കുളിപ്പിക്കാൻ പരിചാരകരും വരും. നല്ല തടിയന്മാരായ ആണുങ്ങൾ വന്നിട്ട് തേച്ച് കുളിപ്പിക്കും നമ്മളെ. നന്നായിട്ട് പുറവും ശരീരവും തലയും ഒക്കെ തേച്ച് തിരുമി എണ്ണയൊക്കെ പുരട്ടി കുളിപ്പിച്ച് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു നല്ല സുലൈമാനിയോ എന്തെങ്കിലും ഒരു ടർക്കിഷ് കാപ്പിയോ കിട്ടും. അതും കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഫ്രഷ് ഫീലിംഗ് ആണ്. അവിടുന്ന് ഞങ്ങൾ ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നേരെ സ്റ്റെലിയോസിൻ്റെ കാറിൽ കയറി നമുക്കിനി പെട്ടെന്ന് പോയേക്കാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്കും മണി ഒരു 2-2:30 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്റ്റെലിയോസ് പറഞ്ഞു, നിങ്ങളെ സമയത്ത് എത്തിച്ചിരിക്കും, എപ്പോഴാണ് എത്തിക്കേണ്ടത് കൃത്യസമയം പറ. ഞാൻ പറഞ്ഞു 5 മണിക്ക് മുമ്പ് എത്തിച്ചാൽ മതി. ഓക്കെ, ഏറ്റു. പിന്നെ 140 കിലോമീറ്റർ സ്പീഡിൽ സ്റ്റെലിയോസ് വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെയാണ് വേണ്ടേ? ഞാൻ പറഞ്ഞു ഹോട്ടലിൽ. എൻ്റെ സുഹൃത്ത് ഹുസൈൻ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഫസ്റ്റ് എപ്പിസോഡിൽ, സൈപ്രസ് എയർലൈൻസിൻ്റെ മിഡിൽ ഈസ്റ്റിൻ്റെ മാനേജറായിരുന്ന ഹുസൈൻ. അദ്ദേഹത്തിന് ആദ്യത്തെ ഹുസൈൻ്റെ കൂടെ വരാൻ പറ്റിയില്ല. ഒരു എമർജൻസി സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നു. അദ്ദേഹം സീനിയർ ഓഫീസറാണ്. സീനിയർ ഓഫീസർമാർക്ക് മറ്റുള്ളവർ ലീവ് എടുക്കുന്ന പോലെ അങ്ങനെ ലീവ് എടുത്ത് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ വരുമ്പോൾ സ്വന്തം കുടുംബത്തിലെ കാര്യം പോലും മാറ്റിവെച്ച് ഉത്തരവാദിത്തത്തിൽ മുഴുകേണ്ടതാണ് സീനിയർ ഓഫീസേഴ്സിൻ്റെ ജോലി. അദ്ദേഹം 5 മണിക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാവണം, ചെക്കൗട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് പാഫോസ് പല സ്ഥലങ്ങളിലേക്ക് പോകണം. ഇനിയുള്ള 2 ദിവസം ഗംഭീരമായിട്ട് ചിത്രീകരിക്കണം. അങ്ങനെ നമ്മൾ ലാർണാക്കയിലെ ക്രൗൺ ഹോട്ടലിനോട് അടുക്കാറാകുമ്പോഴത്തേക്കും സ്റ്റെലിയോസിനോട് വീണ്ടും ഞങ്ങളിങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പം ഞാൻ ചോദിച്ചു, സ്റ്റെലിയോസ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ സ്റ്റെലിയോസ് പറഞ്ഞു, ഞാൻ സത്യം പറയാം, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. എന്ത് ഫോട്ടോഗ്രാഫർ? എനിക്കൊരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. അപ്പോഴാണ് അയാളുടെ കാർഡ് എടുത്ത് എനിക്ക് തരുന്നത്. അയാളൊരു സ്റ്റുഡിയോ നടത്തുന്നയാളാണ്. ഒരു ഇവൻറ്റുകളുടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ഇവൻറ്റുകൾ ഉൾപ്പെടെ വിവാഹങ്ങൾ, പലവിധ ചടങ്ങുകളൊക്കെ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വീഡിയോഗ്രാഫർമാരുമുണ്ട്. അദ്ദേഹം അധികം വീഡിയോഗ്രാഫി ചെയ്യാറില്ലെങ്കിലും സ്റ്റിൽ ഫോട്ടോഗ്രാഫിയാണ് ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. കൂടാതെ ടൂർ ഗൈഡായിട്ടും പണ്ടൊക്കെ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം ഫോട്ടോഗ്രാഫറാണ്. ഈ ഫോട്ടോഗ്രാഫിയുടെ താല്പര്യം കൊണ്ടാണ് ആദ്യത്തെ ദിവസം ഇടയ്ക്കിടയ്ക്കെല്ലാം വന്ന് ക്യാമറ ആംഗിളുകളെക്കുറിച്ചൊക്കെ എനിക്ക് ക്ലാസ് എടുത്തെന്ന് എനിക്ക് മനസ്സിലായി. ഇയാളുടെ ഒരു പാഷനാണത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഈ 2 ദിവസം വന്നത് ഈ ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യം കൊണ്ടാണ്. നിങ്ങളെപ്പോലെ അന്യനാട്ടിൽ നിന്ന് വന്ന ഒരാൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഇങ്ങനെ ലോകത്തിൻ്റെ കാഴ്ചകൾ പകർത്തിയെടുത്ത് ടെലിവിഷൻ പരിപാടി ഉണ്ടാക്കുന്ന ഒരാൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നതെന്ന് കാണാനുള്ള കൊതി കൊണ്ട് ഞാൻ കഴിഞ്ഞ 2 ദിവസം നിങ്ങളുടെ വന്ന, അല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല ആഗ്രഹം. എനിക്ക് വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടല്ല, എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു ഇത്. നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുക, നിങ്ങൾ ചെയ്യുന്നത് കാണുക, അതിൻ്റെ ആഗ്രഹം കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റെലിയോസ് കാർ ഓടിച്ച് ക്രൗൺ റിസോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, സ്റ്റെലിയോസ് നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ? ഇല്ല, നിങ്ങളുടെ സുഹൃത്ത് ഉടനെ വരും, ഇറങ്ങിക്കോളൂ. അപ്പോൾ ഞാൻ കയ്യിൽ കരുതി വെച്ചിരുന്ന ഒരു കവറുണ്ട്, ഒരു 150 യൂറോ ഇട്ട കവറ്. 150 യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു കണക്കെടുത്താൽ ഒരു 14,000 രൂപയോളം വരും. 2 ദിവസം, ഇന്നലെ ഉച്ച കഴിഞ്ഞും ഇന്ന് പകലും അദ്ദേഹം അധ്വാനിച്ചതിൻ്റെ ഒരു കൂലി എന്ന നിലയിൽ ഞാൻ അതിനെ കണക്ക് കൂട്ടിയത്. 150 യൂറോ ഇട്ടൊരു കവർ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം അത് വാങ്ങിയിട്ട് അതിനെ ഒന്ന് മടക്കിയിട്ട് എൻ്റെ പോക്കറ്റ് തുറന്ന് അതിലേക്കിട്ടു. സുഹൃത്തെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പാഷനേറ്റായിട്ട് ചെയ്യുന്ന ഈ തൊഴിലൊന്ന് കണ്ട് ആസ്വദിക്കാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ 2 ദിവസം വന്നത്. ഇത് പൈസ കൊണ്ട് തീർക്കാവുന്നൊരു ബന്ധമല്ലിത്. ഇനി ഇറങ്ങിക്കോളൂ, താമസിക്കണ്ട എന്ന് പറഞ്ഞു. ഒരു ഷെയ്ക്കാൻഡ് തന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. സ്റ്റെലിയോസ് കൈവീശി കാണിച്ചുകൊണ്ട് അതിവേഗം കാറുമായിട്ട് പോയി. അന്തം വിട്ട് അത്ഭുതത്തോടെ ആ കാർ അകന്നു പോകുന്നതും കണ്ട് ഞാൻ അവിടെ നിന്നു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ.